ലൈഫ് സ്റ്റൈൽ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ മെയിൽ ഫാക്ടറുണ്ട്, ഫീമെയിൽ ഫാക്ടറുണ്ട്, കമ്പൈൻ ഫാക്ടറും വരാം. ഓവുലേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ട്രീറ്റ്. പിന്നെ ട്യൂബൽ ഫാക്ടേഴ്സ് ഉണ്ട്, ട്യൂബുലർ ബ്ലോക്കോ ഇൻഫെക്ഷൻ വന്നിട്ടോ എൻഡോമെട്രിയോസിസ് അങ്ങനത്തെ പ്രോബ്ലം വന്നിട്ട്. പിന്നെ യൂട്രൈൻ അനോമലീസ്, ഇത് യൂട്രസിൻ്റെ അനോമലീസ് അതാണ്. ഈ വെരിക്കോസിൽ വരുമ്പോൾ മെയിൻലി അവർക്ക് മോട്ടിലിറ്റി പ്രോബ്ലമാണ് സ്പംസിൽ വരുന്നത്. മാരേജ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കാണണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ അതിന് ഇച്ചിരി വൈകിക്കഴിഞ്ഞാൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ചെറിയ വിഷമവും ടെൻഷനും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ കാരണങ്ങൾ ഇപ്പോൾ പലതാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണെന്ന് പറയാം. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്, ഇൻഫെർട്ടിലിറ്റി. നമ്മളോടൊപ്പം ഉള്ളത് ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജയന്തി മാമാണ്. മാം, വെൽക്കം ടു ദ ഷോ. മാം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനിന് മോസ്റ്റ് ഓഫ് എല്ലാ ആൾക്കാർക്കും മിക്കവാറും വരുന്ന ഒരു പ്രശ്നമാണ്. ചില പേർക്ക് ഒരുപാട് കാലങ്ങൾ എടുക്കുന്നുണ്ട്, ചില പേർക്ക് അധിക കാലം എടുക്കില്ല, എന്നാലും പക്ഷേ ഒരു പ്രശ്നം വരാറുണ്ട്. എന്താണ് ഇൻഫെർട്ടിലിറ്റി? ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് 1 വർഷം ആയിട്ടും കുട്ടികളാവാത്ത കണ്ടീഷനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാധാരണമായി വരിക. നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂട്ടുകുടുംബം ഒരുമിച്ച് താമസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ കൂടിയതുകൊണ്ട് ഹസ്ബൻഡ് ഒരു സ്ഥലത്ത്, ഭാര്യ ഒരു സ്ഥലത്ത്, അവരുടെ വർക്ക് സ്റ്റാറ്റസ് അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നൗഡേയ്സ് പ്രോബ്ലം ഓഫ് ഇൻഫെർട്ടിലിറ്റീസ് ഇൻക്രീസിങ്. എന്തായിരിക്കും ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ളത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണോ? അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ മെയിൽ ഫാക്ടറുണ്ട്, ഫീമെയിൽ ഫാക്ടറുണ്ട്, കമ്പൈൻ ഫാക്ടറും വരാം. മുമ്പെയൊക്കെ ആണെങ്കിൽ എല്ലാ ലേഡീസിന്റെ തലയിലാണ് എല്ലാ പ്രോബ്ലം ബിക്കോസ് ഓഫ് ഹർ എന്നാണ്. ബട്ട് അങ്ങനെയല്ല കാര്യം. ആണുങ്ങളുടെ ഭാഗവും ദേ ആർ ആൾസോ കോൺട്രിബ്യൂട്ടിങ് മെയിൻ റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി. പിന്നെ രണ്ടുപേരുടെയും, ലേഡീസിൻ്റെ ആവാം പുരുഷൻ്റെ ആവാം, രണ്ടുപേരുടെ പ്രശ്നങ്ങൾ കൊണ്ടും ഇൻഫെർട്ടിലിറ്റി വരാം. അപ്പോൾ ഒരു മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ചെയ്യുന്നത് ബീജപരിശോധന. ബീജപരിശോധന ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ ലാബ് പ്രൊസീജിയർ. ബീജം സെമനെടുത്ത് പരിശോധിക്കുക. നമ്മൾ പറയുന്ന മിനിമം 2 to 3 days ബന്ധപ്പെടാതെ സെമനെടുത്ത് പരിശോധനയ്ക്ക് കൊടുക്കുക. അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, WHO ക്രൈറ്റീരിയ. ആ WHO ക്രൈറ്റീരിയ വെച്ചിട്ടാണ് സെമൻ നോർമൽ ആണോ ഇല്ലയോ എന്ന് നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഈ സെമൻ്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അല്ലേ? എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ്? നമ്മൾ സെമൻ എടുക്കുന്നു, അത് ലാബിൽ കൊടുക്കുന്നു. അപ്പോൾ അതിൽ വെച്ച് നമ്മുടെ സെമൻ നോർമൽ ക്രൈറ്റീരിയ, നമ്മൾ മുമ്പേയൊക്കെയാണ് സെമൻ കൗണ്ട് ടോട്ടൽ ഒരു 60 to 120 മില്യൺ എന്നാണ് നമ്മൾ നേരത്തെ, അതാണ് നോർമൽ എന്ന് വെച്ചിരുന്നത്. ബട്ട് നൗഡേയ്സ് WHO ക്രൈറ്റീരിയ അത്രയും കൗണ്ടൊന്നും വേണ്ട, 15 to 20 മില്യൺ മതി എന്നാണ്. ഇനി അടുത്ത് വരുന്ന മോട്ടിലിറ്റി എന്ന് വെച്ചാൽ ബീജത്തിൻ്റെ അനക്കം. നമ്മൾ പറയുന്ന 50% നോർമൽ അനക്കം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഗർഭം he has the capacity to impregnate his wife. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ് പ്രോബ്ലംസ് വരിക? ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ് നമ്മൾ പറഞ്ഞ യൂട്രസ്, ട്യൂബ് ആൻഡ് ഓവറി, ഇതാണല്ലോ ഫീമെയിൽ സെക്ഷൽ ഓർഗൻസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ മെയിൻലി നമുക്ക് ട്രീറ്റബിൾ കാര്യങ്ങൾ, ഓവുലേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ട്രീറ്റ്. പിന്നെ ട്യൂബൽ ഫാക്ടേഴ്സ് ഉണ്ട്, ട്യൂബുലർ ബ്ലോക്കോ ഇൻഫെക്ഷൻ വന്നിട്ടോ എൻഡോമെട്രിയോസിസ് അങ്ങനത്തെ പ്രോബ്ലം വന്നിട്ട്. പിന്നെ യൂട്രൈൻ അനോമലീസ്, ഇത് യൂട്രസിൻ്റെ അനോമലീസ് അതാണ്. ഓക്കെ മാം, ഇതൊക്കെ സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. സ്കാനിങ്ങിലൂടെ. ഓക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആളുകൾക്കാണല്ലോ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയാൽ കുഞ്ഞുങ്ങളാവുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ വരുന്നത്. ഈവൻ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? യെസ്, പ്രീമാരൈറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരണത്തിൽ ഇല്ലെങ്കിലും നമുക്ക് ഒരു പ്രീമാരൈറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ പേഷ്യൻ്റ് ഇഫ് ദേ ആർ കമ്മിങ് ഫോർവേഡ് ഒരു ബേസിക് അൾട്രാസൗണ്ട് നമ്മൾ പറയുന്ന 2nd or 3rd day ഓഫ് പീരീഡ്സ് ആണ്. അപ്പോൾ 2nd or 3rd day ഓഫ് സൈക്കിൾ നമ്മളൊരു സ്കാൻ ചെയ്യുന്നു. അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പ്രീമാരൈറ്റൽ കൗൺസിലിംഗ് ആൻഡ് പ്രെഗ്നൻസി കൗൺസിലിംഗ് പോസിബിൾ ആണ്. മാം, ഇപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മെയിലിനായിരുന്നാലും ഫീമെയിലിനായിരുന്നാലും?
ആദ്യം മെയിൽ ഫാക്ടറിലോട്ട് വരാം. മെയിലിന് നമ്മളിപ്പോൾ കൗണ്ട് കുറവാന്ന് വെച്ചോളൂ. കൗണ്ട് കുറവാണെങ്കിൽ ആദ്യം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ടാബ്ലറ്റ് കൊടുക്കും. മെയിൻലി സൈഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ്. അത് ഒരു 3 മാസം കൊടുക്കും. ബിക്കോസ് ആണുങ്ങൾക്ക് സ്പേം മെച്യൂരിറ്റി വരാൻ 72 ഡേയ്സ് എന്നാണ് ഫിസിയോളജി. സോ മിനിമം 3 മന്ത്സ് കഴിച്ചിട്ടേ നമുക്ക് അതിനൊരു എഫക്റ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 1 മാസം കഴിച്ചിട്ട് പേഷ്യൻറ്റിന് കൗണ്ട് കൂടിയില്ല എന്നും പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റിന് അവിടെ വാസ്തവ വിരുദ്ധമാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസും പിന്നെ സ്ട്രെസ്, ഈ കാലത്ത് സ്ട്രെസ്ഫുൾ ലൈഫാണല്ലോ, ടു അവോയ്ഡ് സ്ട്രെസ്ഫുൾ ലൈഫ്, ദെൻ എക്സസൈസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓവർ വെയിറ്റ് ആണെങ്കിൽ ടു റെഡ്യൂസ് ഹിസ് വെയിറ്റ്. ദെൻ വി വിൽ കം ടു സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന വെരിക്കോസിൽ. ആണുങ്ങൾക്ക് വെരിക്കോസിൽ, ദാറ്റ് ക്രോട്ടൽ സാക്കിൻ്റെ അവിടുത്തെ ഞരമ്പുകൾ പിടച്ചു നിൽക്കുന്നതാണ്. ഈ വെരിക്കോസിൽ വരുമ്പോൾ മെയിൻലി അവർക്ക് മോട്ടിലിറ്റി പ്രോബ്ലമാണ് സ്പംസിൽ വരുന്നത്. കൗണ്ടിൽ വ്യത്യാസം വരത്തില്ല. ആ വെരിക്കോസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ അത് സ്പേം പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്തും എല്ലാം സ്പംസ് ഒക്കെ ജീവനില്ല ഉള്ളത് കുറവായിരിക്കും. അതാണ്. അപ്പോൾ അതാണ് സർജിക്കലായിട്ട് ചെയ്യുന്നത്. യെസ്, മെയിൻലി ആണുങ്ങൾക്ക് അതാണ് സർജിക്കലായിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. ഫീമെയിലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്രൈൻ ഫാക്ടർ ആവാം, ട്യൂബൽ ഫാക്ടർ ആവാം, ഓവറിയിലെ പ്രോബ്ലം ആവാം. ഓവറിയിലെ ഈ കാലത്ത് നമ്മൾ മെയിനായിട്ട് വരുന്ന ഓവുലേഷൻ പ്രോബ്ലം. ഓവുലേഷൻ പ്രോബ്ലം ഈ കാലത്ത് പ്രകടമായിട്ട് വരുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അതിന് മെയിൻലി പ്രോബ്ലം ഈസ് ഓവുലേഷൻ പ്രോബ്ലം. സോ അവർക്ക് നമുക്ക് ഓവുലേഷൻ വരാൻ വേണ്ടി ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ അവസാനമായിട്ട് സർജിക്കൽ മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലേ. ഇനി നമ്മൾ ട്യൂബൽ ഫാക്ടേഴ്സിൽ വരാം. ട്യൂബൽ ഫാക്ടർ ആകുമ്പോൾ ട്യൂബൽ ബ്ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ HSG, അതാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതി. അതൊരു എക്സ്റേ പരിശോധനയാണ്. പേഷ്യന് മൈക്കിട്ടും ചെയ്യാം, അല്ലാതെ ജസ്റ്റ് ഒരു സെഡേഷൻ കൊടുത്തിട്ടും ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് ട്യൂബൽ ഫാക്ടർ നമുക്ക് ഒരുവിധം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അടുത്ത പിന്നെ വരുന്നത് ലാപ്രോസ്കോപ്പിയാണ്. ലാപ്രോസ്കോപ്പിയാണ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അറിയാം. ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ട്യൂബൽ ഫാക്ടർ നമുക്കതിന് ചികിത്സ പേഷ്യനോട് അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ IUI IVF ഒക്കെ നമുക്ക് ചെയ്യേണ്ടത് ഏത് സ്റ്റേജിലാണ്? IVF ഏത് പേഷ്യൻ്റ് വേണമെങ്കിലും വി ക്യാൻ അഡ്വൈസ്. ഇപ്പോൾ നവഡേയ്സ് എല്ലാവരും ബിസി ഷെഡ്യൂൾ, ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ആക്ച്വലി നമ്മൾ പറയുന്ന ഒരു 6 IUI ചെയ്തിട്ടും ഇഫ് ഷീ ഫെയിൽസ് നമ്മൾ IVF-ലോട്ട് പോവാം എന്നാണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന അഡ്വൈസ്. ബട്ട് ഇപ്പോൾ നവഡേയ്സ് ഞാൻ പറഞ്ഞതുപോലെ ബിസി ലൈഫ് ഷെഡ്യൂളിൽ നോബഡി ഈസ് വില്ലിങ് ടു വെയിറ്റ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് അബ്രോഡ്, വൈഫ് ഇവിടെ, അങ്ങനെ 2 സിറ്റുവേഷൻ ആവുമ്പോൾ ഹസ്ബൻഡ് സെമൻ ബാങ്കിൽ വെക്കാം. സോ IVF ഈസ് മോർ ഈസിയർ പേഷ്യന് ഇഫ് ഷീ ഹാസ് നോ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് IUI-ലോട്ട്, സാമ്പത്തിക പ്രശ്നം ഇല്ലാത്തവർക്ക് വി ക്യാൻ ഗോ ഫോർ IVF-ലേക്ക്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കാണും എന്ന് കരുതുന്നു. എനിവേ ഇനി ഡൗട്ട്സ് ഉള്ളത് നമ്മുടെ കമൻറ്റിൽ തന്നെ പറയുക. എനിവേ താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.